ഇവിടെ ഇത് തന്നെ ആവർത്തിക്കുന്നു. ഒരു വീടും കൂടിയില്ലാത്ത ഏതോ ഒരു പാവപ്പെട്ട സീരിയൽ നടി. ഗണേശൻ ചേട്ടാ 2 ദിവസം ചേട്ടൻ്റെ വീട്ടിൽ വന്ന് താമസിച്ചോട്ടെ ചോദിച്ചു. ഗണേശൻ പറഞ്ഞു വരൂ, താമസിക്കും, ഒരു കുഴപ്പമില്ല, വലിയ വീടാണ്, എൻ്റെ അച്ഛൻ പണിയിച്ച വീടാണ്, ഇഷ്ടംപോലെ മുറികളുണ്ട്, ഭവതിക്ക് എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ താമസിക്കുക, ആരും ചോദിക്കില്ല, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇത് കേട്ട് വിശ്വസിച്ച് പാവം നടി അവിടെ വന്ന് താമസിച്ചു. അപ്പോഴാണ് ഇതേ എത്രയോ കാലമായിട്ട് പിരിഞ്ഞ് താമസിക്കുന്ന ഭാര്യ ഓടി വന്നിട്ട് വീട്ടിൻ്റെ വാതിൽക്ക് മുട്ടി വിളിക്കുകയാണ്. വാതിൽ തുറക്കാതെ ഇപ്പോൾ 112 വിളിക്കുകയാണ്. പോലീസുകാർ വന്നില്ലെങ്കിൽ അത് പോലീസിൻ്റെ കുഴപ്പമാണ്, പോലീസുകാരുടെ പേരിൽ നടപടി എടുക്കണം, അത് ഗണേഷ് കുമാറിൻ്റെ കുറ്റമല്ല. ഏതായാലും ഇതൊക്കെ കൂടി വെച്ചത് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും മറ്റ് അലവരാദികളും മനോരമ പത്രക്കാരും എല്ലാം കൂടി ഗണേഷ് കുമാറിനെ രാജിവെപ്പിക്കാനുള്ള തത്രപ്പാടിലാണ്. ഈ സൂര്യനെല്ലിയിലെ പെൺകുട്ടിയെ കളിയാക്കി കാർട്ടൂൺ വരച്ച പത്രമാണ് മനോരമ. മനോരമയ്ക്കാണ് ഇപ്പോൾ സദാചാരത്തിൻ്റെ ഇരിക്കപ്പുറത്തില്ലാത്ത അസുഖം, ഒന്ന് ആലോചിച്ചു നോക്കൂ. അതുപോലെ ഇദ്ദേഹത്തിനെതിരെ ആരോപണമായിട്ട് വന്നിട്ടുള്ള വേറൊരാൾ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. ഉണ്ണിത്താനെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ ഈ പേര് തന്നെ ആളുകൾ ഏത് രീതിയിൽ പരിഷ്കരിച്ചു, ഏത് രീതിയിൽ ഭേദഗതി ചെയ്തു എന്ന് ഇത് കാണുന്ന എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കും.